സാർ, 2024, അതായത് ഇന്ന് ഡിസംബർ 31 2024 എന്ന് പറയുന്ന ഒരു വർഷം കഴിയുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ സന്തോഷങ്ങളെക്കാൾ ഒരുപാട് അതായത് മലയാളികൾക്ക് വരവേറ്റത് ഒരുപാട് സങ്കടത്തിലാഴ്ത്തിയ കാഴ്ചകൾ. അതായത് വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഒരുപാട് പേര് മരിച്ചു. അതായത് മലയാളികൾക്ക് ആകെ ഏറ്റവും വിഷമമായ ഒരു സംഭവമാണ് വയനാട് ദുരന്തം. അതായത് വയനാട് ഉരുൾപൊട്ടലുണ്ടായത്, പിന്നീട് അപകടങ്ങളുടെ ഒരു നീണ്ട വർഷം തന്നെയായിരുന്നു 2024. അപ്പോൾ സാർ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 2024 പടിയിറങ്ങുമ്പോൾ ഈ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറം നമ്മളെ ഒരു വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന നിരവധി ഓർമ്മകൾ തന്നാണ് 24 പടിയിറങ്ങുന്നത്. അതിലെടുത്തു പറയേണ്ട നമുക്ക് കാര്യം, ജൂലൈ 30 ഒരിക്കലും 2024 കേരളം മറക്കില്ല എന്നുള്ളതാണ്. ദുരന്തങ്ങൾ പെയ്തിറങ്ങിയ വർഷമായിരുന്നു 2024. അതിലെ ജൂലൈ 30 വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈ അവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടൽ, ആ 2 ഗ്രാമം തന്നെ ഇല്ലാതായി. ഏതാണ്ട് 300ഓളം പേരുടെ മരിച്ചു. അതുപോലെ അത്രത്തോളം പേരെ തന്നെ കണ്ടുകിട്ടാനുമുണ്ട്. യാതൊരു മേൽവിലാസവും ഇല്ലാതെ തന്നെ പോയി എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നവർ, അവശേഷിക്കുന്നവരുടെ ജീവിതം അതിലും വലിയ ദുരന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇത് രാജ്യം മുഴുവൻ നടുങ്ങിയ ഒരു ദുരന്തമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു രാത്രിയിൽ ഒറ്റ ഉറക്കത്തിൽ എല്ലാം ഒലിച്ചുപോയ 2 ഗ്രാമം ഒലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ കഴിയില്ല. പിന്നെ നിരവധി റോഡിൽ പൊലിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സമീപത്തായിട്ട് തന്നെ ആലപ്പുഴയിലെ കളർകോട് 5 ഭാവി ഡോക്ടർമാരുടെ ജീവിതം അവസാനിച്ചു. ഒരു 5ഓ 6ഓ പേരോ കയറേണ്ട ഒരു വാഹനത്തിൽ 11 പേർ കയറി അവരുടെ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ത്രില്ലിൽ വാഹനവും ആയിട്ടുള്ള അതിവേഗതയിൽ അവരുടെ ജീവിതം അവിടെ പൊലിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ മലപ്പുറം ഭാഗത്ത് ഈ സിമൻറ്റ് ലോറി വന്ന് മറിഞ്ഞ് സ്കൂൾ കുട്ടികളാണ്, അതും 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ മരിച്ചത്. പിന്നെ ഹണിമൂണിന് പോയിട്ട് വന്ന ദമ്പതികളുടെ 8 വർഷമായി പ്രണയിച്ചിരുന്നവർ 8 ദിവസം പോലും പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്ക് അച്ഛന്. അതുകൂടാതെ തന്നെ നിരവധി പീഡന കഥകൾ. മറ്റൊന്ന് കൂടാതെ നമുക്ക് വലിയൊരു സങ്കടമായി നിൽക്കുന്നതാണ് ഈ വയനാട്ടിലെ തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ ഇപ്പോഴും ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയാം, അഭിമന്യുവിനെ മറന്നോന്ന്. ഇല്ല, അത് മുമ്പത്തെ, നമ്മൾ ഈ വർഷത്തെ കണക്കെടുപ്പാണ് നടക്കുന്നത് എന്ന് വിചാരിച്ച് പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു എന്നല്ല. സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കണ്ണീരിൽ കുളിച്ച് നിൽക്കുകയാണ്. അവരുടെ മകനെ അതിക്രൂരമായിട്ടാണ് SFIയുടെ മർദ്ദനമേറ്റാണ്. SFIക്കാർ തന്നെയാണ് കൊന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുണ്ടായ ദാരുണമായ, അതും ഒരു ഭാവി ഡോക്ടറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയ ജോയിയെ, ശുചീകരണ തൊഴിലാളി ആ ആളുടെ ജീവിതം. അത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ആ ചെളിക്കുണ്ടിൽ, ആ മാലിന്യ കൂമ്പാരത്തിൽ ജീവിതം അവസാനിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നഗരത്തെ ശുചീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയ ഒരു ദിവസക്കൂലിക്കാരനാണ് കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങിയ ജോയിയുടെ മരണം. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ ഷിരൂരിലെ അർജുന് ഏതാണ്ട് 1.5-2 മാസത്തോളം ഒരു വിവരവും ഇല്ല. അർജുൻ എവിടെ എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ അടക്കം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഒടുവിൽ അർജുനെ കിട്ടിയത് നമുക്കറിയാം. അതിദാരുണമായ രീതിയിലുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്. ആ ലോറിക്കകത്ത് തന്നെ
അപ്പോൾ അതിനെ പറ്റി എന്തെല്ലാം കഥകളാണ് നമുക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ, അല്ലേ? അപ്പോൾ അർജുൻ്റെ അതും ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ഈ സങ്കടങ്ങൾ പെയ്ത കാലത്തിനകത്ത് മറ്റ് നിരവധി സംഭവങ്ങൾ പോകുന്നുണ്ട്. പലരുടെയും വേർപാടുണ്ടായി. ഏറ്റവും അവസാനം വന്നിട്ട് പിന്നെ മലയാള സാഹിത്യത്തെ ലോകം മുഴുവൻ അറിയിച്ച മലയാളത്തിൻ്റെ മഹാനായ MT വാസുദേവൻ നായരെന്ന MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വാസു, അല്ലേ? അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ 92 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. പക്ഷേ ആ വാർദ്ധക്യത്തിലെത്തി നിന്നപ്പോഴുള്ള മരണമാണെങ്കിൽ പോലും അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ MT മലയാളത്തിൽ നിന്ന് മറയുന്നില്ല. MT ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. MT തന്നിട്ടുള്ള സാഹിത്യ സംഭാവനകൾ മാത്രം മതി മലയാള ഭാഷ എന്നുവരെ നിലനിൽക്കുന്നുവോ അത്രയും കാലം ഉണ്ടാകും. ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണമാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴക്കാരനായ നവീൻ ബാബു കണ്ണൂരിലെ ADM ആയിട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം സ്ഥലം മാറ്റം കിട്ടി പത്തനംതിട്ടയിലേക്ക് വരാനിരിക്കുമ്പോൾ അവിടെ കൊടുത്ത ഒരു സഹപ്രവർത്തകർ കൊടുത്ത ഒരു യാത്രായപ്പിൽ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ ഒരു ക്രൂരമായ വാക്കുകളിലൂടെ മനം നൊന്ത് ആത്മഹത്യയിലേക്ക് പോയ നവീൻ ബാബു. പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ആ മരണത്തിന് പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണിതിൻ്റെ ആരാണിതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യവും ഇപ്പോൾ വീട്ടുകാർ ഉയർത്തുന്നുണ്ട്. CBI അന്വേഷണം വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. PP ദിവ്യ ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് അത് അവസാനിക്കുന്നില്ല. നഷ്ടമുണ്ടായത് നവീൻ്റെ കുടുംബത്തിനാണ്. നവീൻ്റെ ഭാര്യയും മക്കളും ഇപ്പോഴും ഒരു ചോദ്യം ഉയർത്തി നിൽക്കുന്നത് ആരാണ് നവീൻ ബാബുവിനെ കൊന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആത്മഹത്യയിൽ നിന്ന് കൊലയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം, അതുപോലെ നവീൻ ബാബുവിൻ്റെ മരണവും ഒക്കെ ചോദ്യചിഹ്നങ്ങളാണ്. നവീൻ ബാബു ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പിന്നീട് നമുക്ക് ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഉമാ തോമസ് MLA ഈ ഒരു ഗ്യാലറിയിൽ നിന്ന് വീണ സംഭവം. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരണമെങ്കിൽ തന്നെ സമയം എടുക്കും. അത്ര തരത്തിലുള്ളൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുകയാണ് ഉമാ തോമസ്. അപ്പോൾ 2024 നിരവധി നമ്മൾക്ക് രസം പകരുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മൾ മറക്കില്ല, ഓർമ്മിക്കും. പക്ഷെ അതിനപ്പുറം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ 2024. പിന്നീട് പെരിയ ഇരട്ടക്കൊലയുടെ വിധി, അതെ, 2019 നടന്നതാണ് പെരിയ ഇരട്ടക്കൊല. അതിൻ്റെ വിധി 2024 വരുമ്പോൾ ആ കൊലക്കേസിലെ പ്രതികളൊക്കെ തന്നെ പിന്നെ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ശിക്ഷാവിധി വൈകാതെ വരികയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം മാറി 2025 ഒരു അങ്ങോട്ടുള്ള വർഷം ഇനി നമുക്ക് ഈ സങ്കടങ്ങൾ പെയ്ത ഒരു കാലം പറയാനിടയാക്കരുത് എന്ന് പറഞ്ഞ് നമുക്കിതിവിടെ നിർത്താം.